എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം 6 മണിയോട് അടുപ്പിച്ച സമയമാണ്. ഇവിടെ ചൂടിന് യാതൊരുവിധ കുറവുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടുന്ന് ഏകദേശം 10-15 കിലോമീറ്റർ പോകാനുണ്ട്. അത് ബസ്സുണ്ട്, സിറ്റി ബസ്സുണ്ട്. അതിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ബസ് സ്റ്റോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ റോഡിൽ ഇങ്ങനെ ഇത് അറബിയിലാണ് ബസ് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ അറ്റത്ത് ഇംഗ്ലീഷിലും ബസ് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ചെയർ ഉണ്ടാവും. അത് എല്ലാ സ്ഥലത്തും ഈ ചെയറില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് എന്നുള്ളൊരു ബോർഡും ഉണ്ടാവും. ചെറിയൊരു ബോർഡാണ്. അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വിത്ത് AC ഉള്ള ബസ് വെയിറ്റിംഗ് ഷെഡുകളും ഉണ്ട്. അതും കണ്ടിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മളൊരു എന്താ പറയുക, ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ സിറ്റി ബസ്. ഈ ബസ്സിലാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഈ ബസ് കോബാർ ബസ് സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണ്. ഇവിടെ സൗദിയിൽ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റിയ ഏക ഉപാധി ഇവിടുത്തെ സിറ്റി ബസ്സുകളാണ്. അതായത് ഇതാണ് ഈ സിറ്റി ബസ്സിൻ്റെ കാർഡ്. നമുക്ക് എല്ലാ സിറ്റിയിലും ബസ് സ്റ്റേഷനിൽ ഈ സാധനം അവൈലബിൾ ആണ്. ഈ കാർഡിനാകെ ഇവിടുത്തെ 10 റിയാലേ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ആവശ്യാനുസരണം റീചാർജ് ചെയ്താൽ മതി. ഇത് 10 റിയാൽ 20 റിയാൽ അങ്ങനെയൊക്കെ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ബസ് ഒരു സിറ്റിയിൽ 30 കിലോമീറ്റർ സർക്കിളിൽ ഇത് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതും എല്ലാ ഏരിയകളിലും, അത് ആ സിറ്റിയുടെ അടുത്തുള്ള എല്ലാ ഏരിയകളിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ വരുന്നവർക്കൊക്കെ കുറച്ച് ഉപകാരമാണ് ഈ സിറ്റി ബസ്. നമുക്ക് ടാക്സിയൊക്കെ അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട്. മിനിമം 20 റിയാൽ അങ്ങനെ കോസ്റ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ 3 റിയാൽ അങ്ങനെയൊക്കെയാണ് ഇതിന് വരുന്നത്. അതായത് ഒരു ബസ്സിൽ നമ്മൾ ഒരു ലൊക്കേഷനിൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ 3 റിയാൽ മാത്രമേ ഇതിന്ന് കട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 10 റിയാലൊക്കെ ചെയ്താൽ തന്നെ അത്യാവശ്യം 2-3 ട്രിപ്പ് പോയി വരാനുള്ള ഇതുണ്ടായില്ല. ഇതാണ് കോബാറിലെ ബസ് സ്റ്റേഷൻ. ഈ ബസ് സ്റ്റേഷനോട് ചേർന്ന് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഒരു ടേബിൾ ഇട്ടിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ റീചാർജ് ചെയ്യുക. ഈ ബസ് കാർഡ് നമ്മൾ റീചാർജ് ചെയ്യുക. ഇവരുടെ അടുത്ത് നമുക്ക് ഇവിടുന്ന് 10 റിയാൽ 20 റിയാലിനൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഒരുവിധം എല്ലാ ബസ് സ്റ്റേഷനിലും ഇങ്ങനെയുള്ള സർവീസ് അവൈലബിളാണ്. ഞാനിപ്പോൾ കോബാറിലാണുള്ളത്. കോബാറിൽ ഇവിടെ ഒരു ഫിലിപ്പിനോ റെസ്റ്റോറൻറ്റ് കണ്ടു, റോയൽ കുസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു മലയാളി, ഒരു തൊടുപുഴക്കാരൻ അഖിൽ എന്ന് പറഞ്ഞൊരു മലയാളി ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തരാം. നമുക്കൊരു എന്താ പറയുക, നമുക്ക് കുറച്ച് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം, നമ്മളൊക്കെ ഒന്ന് കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ തൊടുപുഴക്കാരൻ അഖിൽ ചേട്ടൻ. ഓക്കെ, അതിനേട്ടാ ഇവിടെ എത്ര വർഷമായി നിങ്ങൾ? 7 വർഷമായി അല്ലേ? അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? 11 മണി വരെ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തൊക്കെയുണ്ട്? ഇതല്ലേ? അതിലെന്തൊക്കെയാണ് വരുന്നത്? 6 പേർക്ക് കഴിക്കാൻ പറ്റും അല്ലേ? അതായത് സീ ഫുഡാണോ കൂടുതൽ? അതെ. ഇത് ലഞ്ചിനാണോ കൂടുതൽ? ലഞ്ച് അതെ അല്ലേ? ഇവിടെ നമ്മുടെ മലയാളീസ് വരലുണ്ട്. അവർ മാത്രം വന്ന് കഴിക്കും അല്ലേ? പിന്നെ മെയിനായിട്ട് ഫിലിപ്പിനികൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവരെ ഫുഡിന് കാര്യമായിട്ട് നമ്മളെ പോലെ എരിവും പുളിയൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിലിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. രാത്രിയാണിപ്പോൾ. പുള്ളി പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നാണ് പറഞ്ഞത്. ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാലും ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തരാം.
ഇത് ഇവിടുത്തെ ചിക്കൻ ഷാങ്ഹായ് എന്ന് പറഞ്ഞുള്ളൊരു ഡിഷാണ്. നമ്മുടെ നാട്ടിലെ ചിക്കൻ സ്പ്രിംഗ് റോളൊക്കെ പോലുള്ള ഒരു സ്നാക്ക് പോലത്തെ ഐറ്റമാണ്. ഇതിൽ ചിക്കൻ നമ്മൾ കീമയ്ക്കൊക്കെ അരച്ചെടുക്കില്ല, അതുപോലെ അരച്ചെടുത്ത് ഇതിൽ ഫില്ല് ചെയ്യുന്നതാണിത്. അതാണ് ഈ സ്പ്രിംഗ് റോള്. നമ്മുടെ നാട്ടിലെ സെയിം ചിക്കൻ സ്പ്രിംഗ് റോൾ പോലെ തന്നെയാണ്. എന്താ പറയുക, നല്ല മസാലയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സാധനം അവരുടെ ചിക്കൻ ബാർബിക്യൂ ആണ്, അതായത് അവരുടെ സ്റ്റൈല്, ഫിലിപ്പിനികളുടെ സ്റ്റൈല്. സാധാരണ നമ്മളതൊക്കെ വേറെ രീതിയിലായിരിക്കുമല്ലോ, എരിവും പുളിയൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് സോസ് ബേസ്ഡ് ആയിട്ടാണ്, കുറച്ച് മധുരമൊക്കെ ആയിട്ടാണ് ഈ ഡിഷ് വരുന്നത്. ഇത് ഇവരുടെ ഒരു ബീഫിൻ്റെ ഒരു ഡിഷാണ്, ഒരു കറി പോലെ. ഇത് സ്പൈസി ഒന്നുമില്ല. ഇത് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഫുഡുകൾ വേറെ ഉണ്ടോ? ഇവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും അല്ലേ? അതൊക്കെ അവർ വന്ന് കഴിക്കും അല്ലേ? പക്ഷെ മോസ്റ്റ്ലി ഇങ്ങനത്തെ ഫുഡിൻ്റെ ആരാധകർ അവർ തന്നെയാണ് അല്ലേ? ഫിലിപ്പീൻസ് തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു ഫിഷിൻ്റെ ഡിഷാണ്, സർഷാഡോ തിലാപ്പിയ എന്നാണ് പേര്. അതിലേട്ട് അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയുമോ? എഗ്ഗ്, അതായത് തിലാപ്പിയ ഫ്രൈ ചെയ്തിട്ട് പിന്നെ എഗ്ഗ്, എഗ്ഗ് ടൊമാറ്റോ ഒക്കെ അല്ലേ? വേറെ സോസ് എന്തെങ്കിലും ഉണ്ടോ? സോസ് കുറവാണല്ലേ? ഓക്കെ. ശരിക്കും പറയുമ്പോൾ ഡ്രൈ പ്രിപ്പറേഷൻ തന്നെയാണ് അല്ലേ? ഇത് ഫിഷിൻ്റെ ഒരു ഡിഷാണ്, ഡോറി എന്ന് പറഞ്ഞൊരു ഫിഷിൽ ചെയ്തതാണ്. കിനിലാവിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി കുക്ക് ചെയ്യാത്തൊരു ഫിഷാണ്. നമ്മുടെ നാട്ടിൽ അച്ചാറൊക്കെ പോലെ ഇവർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. എന്തിനാത് ഉപയോഗിക്കുന്നത്? വിനീഗറിലാടുന്നത് അല്ലേ? ഇത് അന്നേക്ക് കൊണ്ട് അന്ന് ഉണ്ടാക്കുകയാണോ അതോ രാവിലെ ഉണ്ട്? അന്നേക്ക് കൊണ്ട് അന്ന് ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ ഈ ഫിഷ് ഇത് ഇങ്ങനെ ഇതാണല്ലേ, മുള്ളൊന്നും ഇല്ലാത്ത ഫിഷ് ആയിരിക്കും അല്ലേ? അതിൻ്റെ കൂടെ അപ്പോൾ ഒനിയന്, അതുപോലെ ചില്ലി, അത് മാത്രമാണല്ലേ? ഇഞ്ചിയുണ്ട്. ഇതാണ് ആ കിലാവിൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല പൊളിയാണ് സാധനം, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അച്ചാറ് പോലെ തന്നെയാണ്, അധികം എരിവൊന്നുമില്ല. മുളകൊക്കെ ഉണ്ടെങ്കിൽ അധികം എരിവൊന്നുമില്ല, പക്ഷെ സാധനം കിടലാണ്. ഇതാണ് ഈ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റാണിത്, അപ്സ്റ്റെയറൊക്കെ ഉള്ള വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇത് ബീഫിൻ്റെ ഒരു ഡിഷാണ്. ഇത് മെയിൻലി ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാം? എഗ്ഗ് എങ്ങനത്തേക്കാ? ഓംലെറ്റ്, എഗ് ഓംലെറ്റ്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഇതെങ്ങനെ സ്പൈസി ഡിഷാണ്? ചെറിയൊരു സ്വീറ്റാണ്. ഇത് നമ്മുടെ ബീഫ് ഉലത്തിയതൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ ഉണ്ടാക്കും. അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. സോയ സോസ്, ഷുഗർ. പക്ഷേ സോയ സോസിൽ ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉപ്പും മധുരവും അങ്ങനെയുള്ളൊരു ടേസ്റ്റാണ്. ഓക്കെ. ഇത് ഇവിടെയുള്ള ഫുഡ് കഴിക്കാൻ വന്ന ആളുകളാണ് ഫിലിപ്പിനോസ്. Exactly. Porota, puri, dosa. You like that? Okay. Nice to meet you. നമ്മുടെ ഫിലിപ്പിനോ റെസ്റ്റോറൻറ്റിൽ അടിപൊളിയാണ് അവിടുത്തെ ഫുഡൊക്കെ. കൊബാറിലൊക്കെ ഉള്ള മലയാളികൾ എന്തായാലും ട്രൈ ചെയ്യണം. സ്പൈസി ഇല്ലാന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അടിപൊളിയാണ് അവരുടെ ഭക്ഷണമൊക്കെ. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിനകത്താണ്. നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റോപ്പ്, അതിന് ഷെഡ് പോലും ഇല്ല. പക്ഷേ ഇവിടുത്തെ കൊബാറിലെ ബസ് സ്റ്റേഷനിലെ ബസ് സ്റ്റോപ്പ് നോക്കി, ഫുള്ള് എ സിയാണ്. ഇവിടെ മ്യൂസിക് ഉണ്ട്, അതിപ്പോൾ ഓഫാണ്. ഇരിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.